പാലക്കാട് എലപ്പുള്ളിയിലെ വിവാദമായ മദ്യനിർമ്മാണശാലയ്ക്ക് ആദ്യം എതിർപ്പുന്നയിച്ചത് കൃഷിവകുപ്പ്. ഡാറ്റാ ബാങ്കിൽ നിന്ന് പദ്ധതി പ്രദേശത്തെ ഒഴിവാക്കണമെന്ന അപേക്ഷ കഴിഞ്ഞ വർഷം ഓഗസ്റ്റിൽ തന്നെ കൃഷിവകുപ്പ് തള്ളിയിരുന്നു. 2008 വരെ ഈ ഭൂമിയിൽ കൃഷി ഉണ്ടെന്നായിരുന്നുവെന്നാണ് എലപ്പുള്ളി കൃഷി ഓഫീസറുടെ റിപ്പോർട്ട്. റിപ്പോർട്ടിന്റെ പകർപ്പ് മീഡിയ വണ്ണിന് ലഭിച്ചു. മീഡിയ വൺ എക്സ്ക്ലൂസീവ്. സെയ്ഫ് സൈനുലാബ്ദീൻ വിശദാംശങ്ങൾ നൽകും. സെയ്ഫ്, കഴിഞ്ഞ ദിവസം ഈ ഭൂമി തരം മാറ്റത്തിനുള്ള അപേക്ഷ RDO തള്ളിയപ്പോൾ റവന്യൂ വകുപ്പിൽ നിന്നാണ് ആദ്യത്തെ എതിർപ്പ് ഇതിന് ലഭിച്ചിരിക്കുന്നതായിരുന്നു ഒരു വിലയിരുത്തൽ. പക്ഷെ അങ്ങനെയല്ല, CPIയുടെ തന്നെ മറ്റൊരു വകുപ്പായ കൃഷി വകുപ്പിൽ നിന്ന് നേരത്തെ തന്നെ ഇതിന് അനുമതി നിഷേധിക്കപ്പെട്ടതാണ്. ആദ്യത്തെ ഒരു കല്ലുകടി കൃഷി വകുപ്പിൽ നിന്ന് ലഭിച്ചതാണെന്നുള്ള നിർണായകമായ വിവരങ്ങളാണ് ഇപ്പോൾ നമ്മൾ പുറത്തുവിടുന്നത്. ആ കൃഷി ഓഫീസറുടെ റിപ്പോർട്ടിന്റെ ഉള്ളടക്കം എന്താണ്? അത് തന്നെ എത്ര വലിയൊരു തിരിച്ചടിയായിരുന്നു ഈ ബ്രൂവറിക്ക്? ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട് പ്രാഥമിക അനുമതി നൽകിയിട്ടുണ്ട്. അത് നടപടിക്രമങ്ങൾ പാലിച്ചാണെന്നായിരുന്നു സംസ്ഥാന സർക്കാരിന്റെ വിശദീകരണമായി പുറത്തു വന്നത്. പക്ഷേ കൃഷി വകുപ്പ് അതിനകത്ത് ആദ്യം തന്നെ എതിർപ്പ് രേഖപ്പെടുത്തി. അതിപ്പോഴല്ല, മന്ത്രിസഭാ യോഗം ആ വിഷയം പരിഗണിക്കുന്നത് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ്. പക്ഷെ അതിന് മുന്നോടിയായി തന്നെ കൃഷി വകുപ്പിന്റെ ഭാഗത്ത് നിന്ന് എതിർപ്പുണ്ടായി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 2024 ഓഗസ്റ്റ് മാസം 29-ന് എലപ്പുള്ളി കൃഷി ഓഫീസർ നൽകിയ റിപ്പോർട്ടിന്റെ പകർപ്പാണ് നമ്മൾ ഇപ്പോൾ ആ സ്ക്രീനിൽ കാണിക്കുന്നത്. അതിൽ പറയുന്നത് 5 സർവേ നമ്പറുകളിലായി, 5 സർവേ നമ്പറാണ് അതിനകത്തുള്ളത്, സർവേ നമ്പറുകളുണ്ട്. 5 സർവേ നമ്പറുകളിലായി ആ ഭൂമി അതിനെ തരംമാറ്റി നൽകാൻ വേണ്ടിയുള്ള ഒരു അപേക്ഷ കൃഷി വകുപ്പിലേക്ക് ആദ്യം നൽകുന്നു. അത് ഒയാസിസ് കമ്പനിയാണ്, ഒയാസിസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിയാണ് അപേക്ഷ നൽകുന്നത്. അതിന്റെ സാറ്റലൈറ്റ് വിശദാംശങ്ങളടക്കം പരിശോധിക്കുന്നുണ്ട്, കൃഷി ഓഫീസർ പരിശോധിക്കുന്നുണ്ട്. അപ്പോൾ പരിശോധിക്കുമ്പോൾ 2008 വരെ ആ ഭൂമിയിൽ കൃഷി ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ആ റിപ്പോർട്ടിൽ പറയുന്നത്. ഇപ്പോൾ നമ്മൾ പുറത്തുവിടുന്ന ആ റിപ്പോർട്ടിൽ പറയുന്നത് 2008 വരെ അവിടെ കൃഷി ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആ ഭൂമി ഏതെങ്കിലും തരത്തിൽ ഡാറ്റാ ബാങ്കിൽ നിന്ന് ഒഴിവാക്കാൻ കഴിയില്ല. ഡാറ്റാ ബാങ്കിൽ നിന്ന് ഒഴിവാക്കിയാൽ മാത്രമേ ഭൂമി തരംമാറ്റവുമായി ബന്ധപ്പെട്ട മറ്റ് നടപടിക്രമങ്ങളിലേക്ക് കടക്കാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ട് ഈ ഭൂമി അങ്ങനെ ഒഴിവാക്കേണ്ടതില്ല എന്ന് ആ റിപ്പോർട്ട് കൃത്യമായി തന്നെ സൂചിപ്പിക്കുന്നുണ്ട്. ആ റിപ്പോർട്ടിൽ ആ സർവേ നമ്പർ അടക്കം പറയുന്നുണ്ട്. അതിനകത്ത് ഏറ്റവും ഒടുവിലായിട്ടുള്ള വാചകം ഇങ്ങനെയാണ്, ഇപ്രകാരമാണ്. അത് ഈ മേൽ പ്രസ്താവിച്ച വസ്തുക്കൾ കണക്കിലെടുത്തുകൊണ്ട് ഈ ഭൂമിയെ സംബന്ധിച്ച് പ്രദർശിപ്പിച്ച ഡാറ്റാ ബാങ്കിൽ നിന്നും ഒഴിവാക്കേണ്ടതില്ല എന്ന് റിപ്പോർട്ട് ചെയ്തു കൊള്ളുന്നു എന്നാണ് എലപ്പുള്ളി കൃഷി ഓഫീസർ നൽകിയ റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നത്. അതായത് ആദ്യം തന്നെ കൃഷി വകുപ്പിൽ നിന്ന്, മാസങ്ങൾക്ക് മുമ്പ് തന്നെ കൃഷി വകുപ്പിൽ നിന്ന് ഇതുമായി ബന്ധപ്പെട്ട എതിർപ്പുണ്ടാകുന്നു. അതിനുശേഷമാണ് കഴിഞ്ഞ ദിവസം പുറത്തു വന്ന റവന്യൂ വകുപ്പുമായി ബന്ധപ്പെട്ട ആ വിശദാംശങ്ങൾ പുറത്തു വരുന്നത്. ഭൂമി തരം മാറ്റാൻ വേണ്ടിയുള്ള ഒരു അപേക്ഷ നൽകുന്നു. അപേക്ഷ നൽകുന്നത് റവന്യൂ വകുപ്പ് സ്വന്തമായി തള്ളുകയല്ല ചെയ്തത്. കൃഷി വകുപ്പിന്റെ ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് റവന്യൂ വകുപ്പ് അതിനകത്തൊരു നിലപാട് സ്വീകരിച്ചുകൊണ്ട് അത് തള്ളിക്കളയുന്നത്, ഭൂമി തരംമാറ്റത്തിന് വേണ്ടിയുള്ള അപേക്ഷ തള്ളിക്കളയുന്നത്. അങ്ങനെ തള്ളിക്കളയുമ്പോൾ സ്വാഭാവികമായിട്ടും CPIയുടെ 2 വകുപ്പുകളാണ്, ഒന്ന് കൃഷി വകുപ്പ്, ഒന്ന് റവന്യൂ വകുപ്പ്. അത് CPIയുടെ എതിർപ്പാണോ എന്നുള്ള ചോദ്യം നിലനിൽക്കുന്നുണ്ട്. CPIയുടെ എതിർപ്പായി തന്നെ നമുക്ക് കാണേണ്ടിയിരിക്കുന്നു. കാരണം CPI അങ്ങനെ ഒരു രാഷ്ട്രീയ തീരുമാനം എടുക്കാതെ അങ്ങനെ ഒരു അപേക്ഷ തള്ളിക്കളയാനുള്ള സാധ്യതയില്ല. ഇന്നലെ CPIയുടെ സംസ്ഥാന സെക്രട്ടറിയുടെ വാർത്താ സമ്മേളനത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നത്, ഒരു ഉദ്യോഗസ്ഥൻ, ഒരു റവന്യൂ വകുപ്പിലെ ഒരു ഉദ്യോഗസ്ഥൻ ഒരു അപേക്ഷ തള്ളിയതിനെ CPIയുടെ എതിർപ്പായി ഞങ്ങൾ കണക്കാക്കുന്നില്ല എന്നുള്ളതായിരുന്നു. ഇപ്പോഴും CPI പ്രതീക്ഷിക്കുന്നത് 19-ാം തീയതി ഇടതുമുന്നണി യോഗം ചേരുന്നുണ്ട്. അതിന് മുന്നോടിയായി ഉഭയകക്ഷി ചർച്ച നടത്തി CPI അനുനയിപ്പിക്കാം. RJD ഒരു വശത്ത് പ്രതിഷേധവുമായി ഉണ്ട്. പക്ഷേ RJDക്ക് അപ്പുറം CPIയെ തണുപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ പദ്ധതിയുമായി മുന്നോട്ട് പോകാം എന്നൊക്കെ കണക്ക് കൂട്ടുന്നുണ്ട്. അങ്ങനെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് ചർച്ച ചെയ്ത് പരിഹരിച്ച് മുന്നോട്ട് പോകാമെന്ന പ്രതീക്ഷ CPM ഇപ്പോഴും മുന്നോട്ട് വെക്കുകയാണ്. പക്ഷേ CPI എത്രത്തോളം അതിന് അനുകൂലമായ നിലപാട് സ്വീകരിക്കുമെന്നുള്ള ചോദ്യം നിലനിൽക്കുന്നുണ്ട്. പാലക്കാട് പ്രാദേശിക നേതൃത്വം, CPIയുടെ പ്രാദേശിക നേതൃത്വം വലിയ എതിർപ്പ് വിഷയത്തിൽ ഉന്നയിക്കുകയാണ്. ഈ ഭൂമി തരം മാറ്റത്തിനുള്ള അപേക്ഷ RDO തള്ളിയപ്പോൾ തൊട്ടടുത്ത നിമിഷം ഈ ഒയാസിസിന്റെ ഭാഗത്തു നിന്ന് വന്ന വിശദീകരണം മൊത്തത്തിൽ 24 ഏക്കറിന്, അത് 4 ഏക്കറിന് മാത്രമേ ഈ ഭൂമി തരം മാറ്റത്തിന് ആവശ്യമുള്ളൂ, ഞങ്ങൾക്ക് ഈ ബാക്കി 20 ഏക്കറിൽ തുടങ്ങാവുന്നതേ ഉള്ളൂ, അതുകൊണ്ട് ഈ ഭൂമി തരം മാറ്റത്തിന് അപേക്ഷ തള്ളിയത് ഒരു തിരിച്ചടിയല്ല എന്നുള്ളൊരു വിലയിരുത്തലായിരുന്നു അന്ന് ഈ ഒയാസിസിന്റെ ഭാഗത്തു നിന്ന് വന്നിരുന്നത്. ഇപ്പോൾ നമ്മൾ ഈ തുടക്കത്തിൽ തന്നെ കൃഷി വകുപ്പിന്റെ ഭാഗത്തു നിന്ന് നേരിട്ടൊരു തിരിച്ചടി പരിശോധിക്കുകയാണെങ്കിൽ, ഇപ്പോൾ ഡാറ്റാ ബാങ്കിൽ നിന്ന് പദ്ധതി പ്രദേശത്തെ ഒഴിവാക്കണമെന്ന അപേക്ഷയാണല്ലോ നിരസിക്കപ്പെട്ടത്. അതും ഇതുപോലെ അവർക്ക് ഒഴിവാക്കി വിടാവുന്നതാണോ, അതോ അതിനകത്ത് ആ അപേക്ഷ പരിഗണിച്ചാൽ മാത്രമേ ഈ പദ്ധതി മുന്നോട്ട് പോകൂ എന്നുള്ളൊരു നിലയാണോ ഉള്ളത്?
സൈഫ്, വളരെ പ്രസക്തമായ ചോദ്യമാണ്, വളരെ പ്രസക്തമായ കാര്യമാത്ര പ്രസക്തിയുള്ള ചോദ്യമാണ് സൈഫുദ്ദീൻ ഇപ്പോൾ ഉന്നയിച്ചത്. അപ്പോൾ ഒയാസിസ് കമ്പനി പ്രതിനിധികളോട് നമ്മൾ സംസാരിച്ചിരുന്നു, ഫോണിൽ സംസാരിച്ചിരുന്നു. അത് ഇപ്പോഴല്ല, അന്ന് റവന്യൂ വകുപ്പുമായി ബന്ധപ്പെട്ട ആ വിഷയം ഉണ്ടായ സമയത്ത് നമ്മൾ സംസാരിച്ചിരുന്നു. അവർ പറഞ്ഞത് സൈഫുദ്ദീൻ ഇപ്പോൾ സൂചിപ്പിച്ച പോലെ ഈ പദ്ധതി പ്രദേശത്തെ 4 ഏക്കർ സ്ഥലത്ത്, 26 ഏക്കർ സ്ഥലം ഉള്ളതിനകത്ത് 4 ഏക്കർ സ്ഥലത്തെക്കുറിച്ചാണ് ഈ പ്രശ്നമുള്ളത്. അതുകൊണ്ട് ബാക്കിയുള്ള സ്ഥലങ്ങളിലേക്ക് ഞങ്ങളിത് മാറ്റുകയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് അനുമതി കിട്ടുന്നതിന് ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നമില്ല എന്നുള്ളതാണ്. എന്തായാലും ഇനി അങ്ങനെ മാറ്റി ഈ സ്ഥലത്തേക്ക് ഞങ്ങൾക്ക് അനുമതി നൽകണം എന്ന് അപേക്ഷിച്ചുകൊണ്ട് കൃഷി വകുപ്പിനും അതുപോലെ തന്നെ റവന്യൂ വകുപ്പിനും അപേക്ഷ സമർപ്പിക്കുമ്പോൾ ഈ 2 വകുപ്പുകൾ എന്ത് നിലപാട് സ്വീകരിക്കും എന്നുള്ളത് പ്രസക്തമായ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി തോന്നുന്നുണ്ട്. കാരണം രാഷ്ട്രീയമായി ഇതിനെ എതിർക്കാൻ വേണ്ടിയുള്ള തീരുമാനം CPI എടുത്തതാണ്. അങ്ങനെ രാഷ്ട്രീയമായി എതിർക്കാൻ വേണ്ടി തീരുമാനമെടുക്കുമ്പോൾ നേരത്തെ ഇത് കൃഷിഭൂമിയാണ്, ഈ 4 ഏക്കർ സ്ഥലം, അതായത് റവന്യൂ വകുപ്പ് പറയുന്നതും കൃഷി വകുപ്പ് പറയുന്നതും രണ്ടും ഒരേ സ്ഥലം തന്നെയാണ്. 5 സർവേ നമ്പറുകളിലുള്ള 4 ഏക്കർ സ്ഥലത്തെക്കുറിച്ചാണ് ഈ പറയുന്നത്. അതേസമയം തന്നെ ഈ 4 ഏക്കറിന് അപ്പുറത്തുള്ള സ്ഥലവുമായി ബന്ധപ്പെട്ട് ഇവർ അപേക്ഷ നൽകുകയാണെന്നുണ്ടെങ്കിൽ എന്ത് നിലപാട് സ്വീകരിക്കും എന്നുള്ളത് നോക്കിക്കാണേണ്ട കാര്യമാണ്. അത് ഒരുപക്ഷെ ഒയാസിസ് കമ്പനി വരും ദിവസങ്ങളിൽ അതുമായി ബന്ധപ്പെട്ട അപേക്ഷ സമർപ്പിക്കാനുള്ള സാധ്യതകളും നിലനിൽക്കുന്നുണ്ട്. അങ്ങനെ അപേക്ഷ സമർപ്പിക്കുമ്പോൾ ഒരു രാഷ്ട്രീയ തീരുമാനം ഇതിനോടകം തന്നെ എടുത്തിട്ടുള്ള CPI, അതായത് പദ്ധതിയെ അനുകൂലിക്കേണ്ടതില്ല എന്ന് രാഷ്ട്രീയ തീരുമാനം എടുത്തിട്ടുള്ള CPI അതിനകത്ത് എന്ത് നിലപാട് സ്വീകരിക്കും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഒരുപക്ഷേ ഉപേക്ഷിച്ചർച്ച, അതായത് CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി, CPIയുടെ സംസ്ഥാന സെക്രട്ടറി, എക്സൈസ് മന്ത്രി, മുഖ്യമന്ത്രി അടക്കമുള്ളവരുമായിട്ടുള്ള ചർച്ചകൾ കഴിഞ്ഞതിന് ശേഷമേ ഇനി ഒയാസിസ് കമ്പനി അപേക്ഷ സമർപ്പിക്കുമോ എന്നുള്ള ചോദ്യം കൂടി ഇവിടെ നിലനിൽക്കുന്നുണ്ട്. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ 2 വകുപ്പുകൾ എതിർപ്പ് പ്രകടിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ സൈഫുദ്ദീൻ ഇപ്പോൾ സൂചിപ്പിച്ച പോലെ തന്നെ ഈ 4 ഏക്കർ സ്ഥലവുമായി ബന്ധപ്പെട്ടാണ് എതിർപ്പ് നിലനിൽക്കുന്നത്. അതിനപ്പുറത്തേക്ക് അവർക്ക് സ്വന്തമായ സ്ഥലമുണ്ട്. ആ സ്ഥലത്ത് ഇങ്ങനെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തണം, ഭൂമി തരംമാറ്റി നൽകണമെന്ന് അപേക്ഷ നൽകുകയാണെന്നുണ്ടെങ്കിൽ ഈ 2 വകുപ്പുകൾ എന്ത് നിലപാട് സ്വീകരിക്കും എന്നുള്ളത് പ്രസക്തമായ കാര്യമാണ്. ശരി, എന്തായാലും ഭൂമി തരം മാറ്റത്തിനുള്ള അപേക്ഷ തള്ളുന്നതിന് മുമ്പേ തന്നെ വിവാദമായ മദ്യനിർമ്മാണശാലയ്ക്ക് ആദ്യം എതിർപ്പ് കൃഷി വകുപ്പ് ഉന്നയിച്ചിരുന്നു എന്നതിന്റെ വ്യക്തമായ തെളിവുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഡാറ്റാ ബാങ്കിൽ നിന്ന് പദ്ധതി പ്രദേശത്തെ ഒഴിവാക്കണമെന്ന അപേക്ഷ കഴിഞ്ഞ വർഷം ഓഗസ്റ്റിൽ തന്നെ കൃഷി വകുപ്പ് തള്ളിയതാണ്. എലപ്പുള്ളി കൃഷി ഓഫീസറുടെ റിപ്പോർട്ട് കൂടിയാണ് ഇപ്പോൾ മീഡിയ വൺ പുറത്തുവിട്ടത്. വിശദാംശങ്ങൾ നൽകിയത് സൈഫ് സൈനുലാബ്ദി.